ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 26. വിരജാനദി സമുദ്രോൽപ്പത്തി വർണ്ണനം. ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെടുന്നവരുടെ ആത്മാക്കളെല്ലാം ഭഗവാനിൽ തന്നെയാണ് ലയിക്കുന്നത്. എന്നാൽ ശംഖുചൂഡൻ്റെ ആത്മാവ് ശ്രീകൃഷ്ണൻ്റെ ചങ്ങാതിയായ ശ്രീദാമാവിൽ ലയിക്കുവാൻ കാരണമെന്തെന്ന് ഇനി പറയാം. ശ്രീകൃഷ്ണന് രാധ, വിരജ, ഭൂദേവി എന്നിങ്ങനെ 3 സഖിമാർ ഉണ്ടായിരുന്നതിൽ രാധാറാണിയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടവൾ. ഒരു ദിവസം ശ്രീകൃഷ്ണൻ ഒരു ഏകാന്ത നികുഞ്ചത്തിൽ വിരജയുമായി വിഹരിക്കുകയുണ്ടായി. സഖിമാരിൽ നിന്ന് ഈ വിവരമറിഞ്ഞ രാധാറാണി ഒരു രഥത്തിൽ കയറി ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുവാൻ ചെന്നെത്തി. അവിടെ ശ്രീകൃഷ്ണൻ്റെ ചങ്ങാതിയായ ശ്രീദാമാവ് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതു കണ്ട് കുപിതയായ രാധാറാണി ബലം പ്രയോഗിച്ച് അകത്ത് തള്ളിക്കയറുവാൻ ശ്രമിച്ചു. അപ്പോൾ ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. രാധാറാണിയെ പേടിച്ച് വിരജ ഒരു നദിയായി മാറി ഗോകുലധാമത്തിൽ ഒഴുകിത്തുടങ്ങി. രാധാറാണി സ്വന്തം നികുഞ്ചത്തിലേക്ക് തിരിച്ചുപോയി. എന്നാൽ നദീരൂപം സ്വീകരിച്ച വിരജയെ ഭഗവാൻ ഒരു സുന്ദരിയായ സ്ത്രീയാക്കി മാറ്റി. അവളുമായി ഭഗവാൻ വീണ്ടും രമിച്ചുകൊണ്ടിരുന്നു. ശ്രീകൃഷ്ണന് വിരജയിൽ 7 പുത്രന്മാരുണ്ടായി. ഒരു ദിവസം ഈ പുത്രന്മാർ തമ്മിൽ കലഹിച്ചു. മൂത്ത 6 പേര് കൂടി ഇളയവനെ ഉപദ്രവിച്ചു. ഇളയവൻ അമ്മയുടെ മടിയിൽ കയറി അഭയം പ്രാപിച്ചു. അതുകൊണ്ട് വിരജ മറ്റു മക്കളെ 6 മക്കളെയും ശപിച്ചു. വഴക്കും ബഹളവും കേട്ട ഭഗവാൻ അപ്രത്യക്ഷനായി. വിരജ മക്കളെ ശപിച്ചത് ജലമായി പോകട്ടെ എന്നും ആ ജലം ആരും കുടിക്കാതെ പോകട്ടെ എന്നുമായിരുന്നു. വിരജാശാപത്താൽ അവർ ഉപ്പുവെള്ളം, കരിമ്പിൻ നീര്, മദ്യം, നെയ്യ്, തൈര്, പാൽ, ശുദ്ധജലം എന്നിങ്ങനെ നിറഞ്ഞ 6 സമുദ്രങ്ങളായി മാറി. ഇതിൽ ശുദ്ധജലമായി മാറിയത് 7ാമത്തെ പുത്രനായിരുന്നു. ഇങ്ങനെ 7 സമുദ്രങ്ങളായി അവർ പരിണമിച്ചു. ഇവ 7ഉം ഒരിക്കലും കൂടിച്ചേരാതെ വ്യത്യസ്ത ലോകങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. പുത്രന്മാർ നഷ്ടപ്പെട്ടപ്പോൾ വിരജ ദുഃഖിതയായി. ഭഗവാൻ അവളെ സമാധാനിപ്പിച്ച ശേഷം ശ്രീദാമാവിനോടുകൂടെ രാധയുടെ അടുത്തേക്ക് പോയി. എന്നാൽ രാധയുടെ അധിക്ഷേപ വാക്കുകൾ കേട്ട ഭഗവാൻ വിരജയുടെ നികുഞ്ചത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ശ്രീദാമാവ് രാധയോട് ഭഗവാനെ ധിക്കരിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കുപിതയായ രാധ ശ്രീദാമാവിനെ ശപിച്ചു. ഒരു രാക്ഷസനായി ഗോലോകത്തിൽ നിന്ന് പുറത്താക്കി. ശപിച്ച് രാക്ഷസനാക്കി ഗോലോകത്തിൽ നിന്ന് പുറത്താക്കി രാധാദേവി ശ്രീദാമാവിനെ. തിരിച്ച് ശ്രീദാമാവ് രാധാറാണിയെയും ശപിച്ചു. രാധാറാണിക്ക് 100 വർഷത്തേക്ക് കൃഷ്ണവിരഹം ഉണ്ടാകട്ടെ എന്നാണ് ശ്രീദാമാവ് ശപിച്ചത്. 2 പേരും അന്യോന്യ ശാപത്താൽ ദുഃഖിതരായിരിക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ശ്രീദാമാവിനെയും രാധാറാണിയെയും സമാശ്വസിപ്പിച്ചു. വിരഹകാലത്ത്, അതായത് രാധാറാണി ശ്രീകൃഷ്ണനെ 100 വർഷം പിരിഞ്ഞിരിക്കുന്ന ആ സമയത്ത് രാധാറാണിക്ക് എല്ലാ മാസവും ഭഗവാനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ് രാധാറാണിയെയും ആശ്വസിപ്പിച്ചു. ഇനി ശ്രീദാമാവിൻ്റെ ഒരംശം മാത്രം അസുരനായി ജനിക്കുമെന്നും വൈവസ്വത മന്വന്തരത്തിൽ രാസമണ്ഡലത്തിൽ വെച്ച് തൻ്റെ കൈകളാൽ ആ അസുരൻ വധിക്കപ്പെടുമെന്നും അപ്പോൾ ആദ്യമുള്ള സ്വന്തം ദേഹത്തെ പ്രാപിക്കാമെന്നും ഭഗവാൻ അരുളിച്ചെയ്തു. ശ്രീദാമാവിൻ്റെ അംശം യക്ഷലോകത്ത് ശംഖുചൂഡൻ എന്ന പേരിൽ സുതൻ്റെ വീട്ടിൽ ജന്മമെടുക്കുകയും കുബേരൻ്റെ സേവകനായി തീരുകയും ചെയ്തിട്ട് ഭഗവാനാൽ വധിക്കപ്പെട്ടു. അവൻ്റെ ആത്മാവാകട്ടെ ശ്രീദാമാവിൻ്റെ ഒരംശം ആണല്ലോ അസുരനായി വന്നത്. അതുകൊണ്ട് ആ ശ്രീദാമാവിൽ തന്നെ ലയിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. വൃന്ദാവനഖണ്ഡം ഇതോടുകൂടെ അവസാനിക്കുകയാണ്. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.